ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരുടെയും സ്വപ്നമാണ് സ്വന്തമായ ഒരു ഭവനം, സ്വന്തമായ ഒരു വീട് എന്നത്. പക്ഷേ പലരും അത് ബാക്കോട്ട് വലിക്കുന്ന മെയിൻ കാരണം ബഡ്ജറ്റാണ്. അപ്പോൾ ഒരുപാട് പൈസ മുടക്കിയിട്ട് പലരും വീടുകൾ വയ്ക്കുന്നത് കാണാം, ഒരുപാട് കടമൊക്കെ വാങ്ങിയിട്ട്. ചിലർക്ക് അതിന് പോലുള്ള അവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്കും വീട് വേണമല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 2 ലക്ഷം രൂപയുടെ ബഡ്ജറ്റ് വീടുകളാണ് കേട്ടോ. ഇന്നത്തെ കാലത്ത് ബഡ്ജറ്റ് വീടുകൾ ഒരുപാട് ഇപ്പോൾ വീഡിയോകളിലൊക്കെ യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ബഡ്ജറ്റ് വീടുകൾ ഇപ്പോൾ ഒരുപാട് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 2 ലക്ഷം രൂപയുടെ ബഡ്ജറ്റ് വീടുകളാണ്. അപ്പോൾ നിങ്ങളെ അഭിപ്രായം നിങ്ങളായിട്ട് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ബഡ്ജറ്റ് വീടുകൾ ഇപ്പോൾ 2 ലക്ഷം രൂപ 1 ലക്ഷം രൂപ മുടക്കിയൊക്കെ നമുക്ക് വീടുകൾ വയ്ക്കാൻ സാധിക്കും. പാവപ്പെട്ട ആളുകൾക്ക്, അതായത് അപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് വാടകയ്ക്കൊക്കെ കിടക്കുന്ന ആളുകൾക്കൊക്കെ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നല്ലൊരു അവസരമാണ്. ഇതേപോലുള്ള വളരെ ചുരുങ്ങിയ ബഡ്ജറ്റിൽ, കുഞ്ഞു ബഡ്ജറ്റിൽ വീടുകൾ വെച്ച് നമുക്ക് ആ വീട്ടിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ വാടക കൊടുക്കാതെ നമുക്ക് താമസിക്കാം. പക്ഷേ ബഡ്ജറ്റ് വീടുകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അത്രയും ചിലവ് ചുരുക്കി പണിയുമ്പോൾ അത്രയും വസ്തുക്കളുടെ, ഇപ്പോൾ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ, അതുപോലെ വീട് വയ്ക്കാനുള്ള വസ്തുക്കളുടെ ഒക്കെ സിമൻ്റ് ആയാലും എല്ലാത്തിൻ്റെയും റേറ്റ്, പണിക്കൂലി ആയാലും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റേതായ കുറവുകൾ ആ വീടുകൾക്ക് ഉണ്ടാകും. എന്നാലും നമുക്ക് വാടക കൊടുക്കാതെ സേഫായിട്ട് താമസിക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീട്, ഈ ഒരു പദ്ധതി പ്രളയം കഴിഞ്ഞ് വീട് നഷ്ടപ്പെട്ട ആളുകൾ, അതേപോലെ തെരുവിൽ കിടക്കുന്ന, വീടുകളില്ലാതെ കിടക്കുന്ന ആളുകൾ, അവർക്കൊക്കെ വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു അവസരമാണ് കേട്ടോ ഈ 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപയുടെ വീടൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പ്ലേ ചെയ്ത് നോക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.